ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു അടിപൊളി സർവറും കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് SMB+ ആർക്കായിട്ട് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് PvP ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള സെക്ഷനൊക്കെ വേറെ ഇതിൽ തന്നെ ആയിട്ടുണ്ട്. പിന്നെ അതിൽ ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്, ഒരുപാട് പറഞ്ഞാൽ കുറേ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പാർക്കൂർ ആണെങ്കിൽ പാർക്കൂറിന് വേറെ സെക്ഷൻ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് സ്പോൺ ഏരിയ ഇവിടെ ആയിട്ട് വരും. സ്പോൺ ഏരിയ അവിടെ ചെറിയൊരു ലാഗ് ഉണ്ടാവും, പക്ഷേ ഒരു ലാഗും ഉണ്ടാകത്തില്ല കേട്ടോ ഗൈസ്. ഞാൻ അപ്പോൾ ഇവിടെ അനാർക്കി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ അനാർക്കി അങ്ങനെ കുറേ ഉണ്ട്. ഇത് വേഗം ഇത് PvPയുടെ സെക്ഷനാണ്. ഇത് അനാർക്കി. അപ്പോൾ ജസ്റ്റ് ഞാൻ അനാർക്കിൽ ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. നെക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു ലോഡിങ് വരും. ഗൈസ് അപ്പോൾ അനാർക്കി നമ്മൾ കറക്റ്റ് ഇവിടെ തന്നെ അങ്ങോട്ട് സ്പോണാണ് അല്ലേ. ഇതാണ് സ്റ്റീവിൻ്റെതാണ്. അപ്പോൾ നമുക്കിവിടെ സ്കിന്നിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഇവിടെ /സ്കിൻ അടിച്ചാൽ മതി. സ്കിന്നിന് അപ്പോൾ പിന്നെ അങ്ങനെ അടിച്ച സെറ്റപ്പ് ആവുന്നതാണ്. ഇതെന്താണോ ആവാതെ. എനിക്ക് PvP എങ്ങനെ കളിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിൽ കയറുമ്പോൾ തന്നെ ഒരു ക്ലോക്ക് വെച്ച സാധനം കയ്യിലുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് അതിമൊന്ന് റൈറ്റ് ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കും PvP സെക്ഷൻസ് അങ്ങനെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താണ് സ്പോൺ ഏരിയ പോലത്തെ വേറൊരു സെക്ഷനിലെത്തും. അവിടെ കുറേ ആൾക്കാരുണ്ടാവും. അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള PvP, ക്രിസ്റ്റൽ PvP, ആക്സ് PvP, സോഡ് PvP, TNT PvP അങ്ങനെ കുറേ PvP ഉണ്ടാവും. പിന്നെ ഈ ഒരു സ്ഥലത്തായിട്ട് തന്നെ പാർക്കൂറിൻ്റെ ഒരു സെക്ഷനും കൂടി ഉണ്ട്. പാർക്കൂർ ചെയ്ത് പഠിക്കാനുള്ള സെക്ഷനും ഉണ്ട്. സർവറിൽ അത്യാവശ്യം നല്ല ഹോസ്റ്റിംഗ് അല്ലായിരുന്നു. ഇപ്പം തന്നെ ഞാൻ നേരത്തെ കയറിയപ്പോൾ സർവറിൽ 45 പേരുണ്ട്. ഇതൊരു മലയാളി സർവർ ആയതുകൊണ്ട് തന്നെ 45 പേരും കാര്യങ്ങളും സർവറിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ നൈറ്റും കാര്യങ്ങളും ആകുന്നല്ലോ. പക്ഷെ നൈറ്റ് ആയപ്പെടും. അല്ലെങ്കിൽ ഇവന്മാർ ഇവിടുന്ന് അനാർക്കി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവന്മാർ ആരെങ്കിലും ഉറങ്ങിയ സെറ്റാവും. അപ്പോൾ നമുക്ക് നേരെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കാം. കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇവിടെ തന്നെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നൈസിൽ മിന്നാം. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ. അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഓക്കെ ഉണ്ടാക്കാം. ഓക്കെ അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. സ്റ്റിക്ക് വേണമല്ലോ. സ്റ്റിക്കും കാര്യങ്ങളും ഉണ്ടാകണം. എനിക്കിതാണ് ഇഷ്ടമല്ലാത്ത അങ്ങനെ കളറും കാര്യങ്ങളൊക്കെ മാറുന്നത്. ഓക്കെ അപ്പോൾ സ്റ്റിക്കും ഉണ്ടാക്കി. നമുക്ക് വെയിറ്റ് ആക്കട്ടെ. സ്റ്റോൺ ഉണ്ടാക്കണമെങ്കിൽ സ്റ്റോൺ കേസ് വേണ്ടി വരും. എന്തോ ഒരു തകരാറ് എവിടെയോ. ഓക്കെ നമ്മൾ ഇപ്പോൾ നമ്മൾ ടീമിൽ 3 പേരാണ്. ഇനിയിപ്പോൾ എന്താണ് ഒപ്പം കളിക്കാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിലൊന്ന് ജോയിൻ ആയാൽ മതി. ഡിസ്കോഡിൽ ആരൊന്നും ഇല്ല. നമുക്ക് വീഡിയോ റെക്കോർഡാക്കുന്നതിൻ്റെ മുന്നേ ഡിസ്കോഡും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഡിസ്കോഡ് ഗ്രൂപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ടീമായിട്ട് കളിക്കാം. എന്നാൽ പിന്നെ നമുക്കറിയാത്തതൊക്കെ ഇങ്ങനെ. അപ്പോൾ ഡിസ്കോഡ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പിൻ്റെ. എന്നാൽ പിന്നെ എനക്ക് അടിപൊളിയായിട്ട് കളിക്കണ്ട നിങ്ങളുണ്ടാവുമല്ലോ, മതി. എനിക്ക് തോന്നുന്നു ഇത് ജാവ മാത്രമാണ്. ഇപ്പം ജാവ എല്ലോലാണെന്ന്, ജാവ പ്ലസ് ബെഡ്റോക്ക് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബെഡ്റോക്ക് എല്ലോല് ഞാൻ ഇപ്പോൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് നോക്കിയോ, ജസ്റ്റ് ഒന്ന് നോക്കിയോണ്ടി. ഓക്കെ പിക്കാക്സും കാര്യമെല്ലാം കിട്ടിയിട്ടുണ്ട്. കുറച്ച് പിക്കാക്സ് നോക്കുന്ന ഇതാണ്. ഞാൻ അതിൻ്റെ മുകളിൽ കയറണ്ടേ. അടിപൊളി. നമുക്ക് ടീമായിട്ട് കളിക്കുമ്പോൾ ഒരു അത്യാവശ്യം 5 പേരെങ്കിലും വേണം. 3 പേര് ഇപ്പോൾ ഓൾറെഡി സെറ്റാണ്. ഇതിപ്പോൾ എനിക്ക് 2 പേരും കൂടി മതി. ഒരു നല്ലതുപോലെ കളിക്കാൻ അറിയുന്ന ആരെങ്കിലും കളി കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞങ്ങളെ പോലെ 3 മണ്ടന്മാരായാലും മുഞ്ചും. അതാ
ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട് അനാർക്കി സെർവർ എന്തൊക്കെയോ ആണ്. സോ ഈ സെർവറിനെ പറ്റി വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കയറുക, കളിക്കുക, ടീമാവുക, അടിക്കുക, പൊളിക്കുക, അതിന് ഓക്കെ. ഇപ്പം നമ്മൾ നൈസായിട്ട് പിക്കാക്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ പോവുകയാണ്. ഡബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ആക്സ് വേണം. എക്സ് വേറെ ആക്സ് ഓക്കെ, ഒരു ആക്സ്. അപ്പോൾ ഇവിടെ ആക്സ് കണ്ണൊന്നും കാണുന്നില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് സ്ഥലം വിടുന്നൊന്നുമില്ല. ഞാൻ ഇവിടുന്നായിട്ട് വീഡിയോ അതിൻ്റെ ആക്കാനായിട്ട് നിൽക്കുന്നത്. എന്താ വെച്ചാൽ എനിക്ക് ടീമും കാര്യങ്ങളും വേണമല്ലോ. എൻ്റെ ടീംമേറ്റ്സ് ആരും ഓൺലൈനില്ല, അവർ പല പണിക്കും പോയിക്കാണ്. അപ്പോൾ അവർ വന്നിട്ട് പോകും വേണം. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിൽ ഡിസ്കോഡ് ലിങ്ക് കയറിയിട്ട് 2 ആൾക്കാരെ സെലക്ട് ആക്കും വേണം. എന്താ വെച്ചാൽ നമുക്ക് ടീം ഒരു 5 ആൾക്കാരാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കളിക്കുക, അത് തന്നെ. ഓക്കെ, ഞാൻ ഏതായാലും സ്പോൺ ഏരിയൻ്റെ ഏതായാലും അവിടെ നിൽക്കുന്നില്ല. എനിക്കറിയാം സ്പോൺ ഏരിയ എവിടെയാണ്. അപ്പോൾ ഇവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ് അല്ലേ. സ്റ്റീവ് വളിയനാണ്. ഏതായാലും സ്കിന്നിനാൻ പറ്റും, അത് വർക്കാരും. ഇപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ടീമായിട്ട് കളിക്കുന്ന വീഡിയോ എടുത്ത് കാണാം. ഓക്കെ, ബൈ.